മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുന്ന ഘോഷയാത്ര മകരവിളക്ക് ദിവസം സന്നിധാനത്തെത്തും. ഇന്ന് വൈകിട്ട് നടക്കുന്ന പമ്പാ സംഗമത്തിൽ തമിഴ്നാട് ദേവസ്വം മന്ത്രി നടൻ ജയറാം തുടങ്ങിയവരും പങ്കെടുക്കും. അതേസമയം സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. സന്നിധാനത്ത് നിന്ന് VS അനുരാഗ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുരാഗ്, ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായോ? എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? കഴിഞ്ഞ ദിവസം ഐതിഹ്യ പെരുമയിൽ എരുമേലി പേട്ടത്തുള്ളൽ നടന്നു. ഇന്ന് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയാണ്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. പരമ്പരാഗത പാതയിലൂടെ 14-ന് വൈകിട്ട് സന്നിധാനത്ത് ഈ ഘോഷയാത്ര എത്തിച്ചേരും. ത്രിസന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്കായി നട തുറക്കുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുക. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ നിന്ന് തിരുവാഭരണങ്ങൾ അടങ്ങുന്ന പേടകം ക്ഷേത്ര ശ്രീകോവിലിന് മുൻപിൽ ഇന്ന് എഴുന്നള്ളിക്കും. ശ്രീകോവിലിന് മുൻപിൽ തിരുവാഭരണ പേടകം തുറന്നു വയ്ക്കുകയും ചെയ്യും. 12 മണിവരെ അവിടെ ദർശനമുണ്ടാകും. തുടർന്ന് ഉച്ചപൂജയ്ക്കായി നട അടയ്ക്കുകയും ചെയ്യും. പൂജിച്ച ഉടവാൾ വലിയ തമ്പുരാൻ രാജപ്രതിനിധിക്ക് കൈമാറും. തിരുവാഭരണ പേടകം അടച്ച് മേൽശാന്തി നീരാജനം ഒഴിയുകയും ചെയ്യും. രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ കിഴക്കേ നട വഴി പുറത്തെത്തി പല്ലക്കിൽ യാത്ര തുടങ്ങും. 1 മണിക്ക് കൊട്ടാരം കുടുംബാംഗങ്ങൾ തിരുവാഭരണ പേടകം പ്രദക്ഷിണമായി എടുത്ത് കിഴക്കേ നടയിൽ ഗുരുസ്വാമിയുടെ ശിരസിലേറ്റും. തുടർന്ന് ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയും ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ വഴികൾ. മരുതന ശിവൻകുട്ടി പൂജാപാത്രങ്ങൾ അടങ്ങുന്ന പെട്ടിയും കിഴക്കേ തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായർ കൊടിപ്പെട്ടിയും ശിരസിലേറ്റും. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെയാണ് ഈ യാത്ര കടന്നു വരുന്നത്. കുളനട, ഉള്ളന്നൂർ, ആറന്മുള വഴി അയിരൂർ, പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന ഈ സംഘം അവിടെ വിശ്രമിക്കും. 2ാം ദിവസമാണ് അടുത്ത യാത്ര തുടരുക. പെരുന്നാട് വഴി ലാഹ വനംവകുപ്പ് സത്രത്തിലെത്തി അവിടെ വിശ്രമിക്കുകയും ചെയ്യും. 3ാം ദിവസമാണ് കാനനപാതയിലൂടെ ഘോഷയാത്ര പോകുന്നത്. പ്ലാപ്പള്ളിയിൽ നിന്ന് അട്ടത്തോട് വഴി വലിയനാവട്ടവും ചെറിയനാവട്ടവും കടന്ന് വൈകിട്ടോടെ സംഘം ശബരിമലയിലെത്തും എന്നുള്ളതാണ്. ഘോഷയാത്രയ്ക്കൊപ്പം യാത്ര തിരിക്കുന്ന രാജപ്രതിനിധി പമ്പയിലെ രാജമണ്ഡപത്തിലെത്തി ഭക്തർക്ക് ഭസ്മം നൽകി അനുഗ്രഹിക്കും. 3ാം ദിവസം മലകയറുന്ന ഈ പ്രതിനിധി ശബരിമലയിലെ കളഭവും മാളികപ്പുറത്തെ കുരുതിയും കഴിഞ്ഞ് ശബരിമല നടയടച്ച ശേഷം ഈ തിരുവാഭരണങ്ങളുമായി പന്തളത്തേക്ക് മടങ്ങുകയും ചെയ്യും. DYSP G സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സായുധ സേനയാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് പമ്പാ സംഗമം കൂടി നടക്കുന്നുണ്ട്. അതിൽ തമിഴ്നാട് ദേവസ്വം മന്ത്രിയും അതിനൊപ്പം നടൻ ജയറാം കൂടി പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും മകരവിളക്കിന് വേണ്ട മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും ശബരിമലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി ഇവിടെ നേരിട്ടെത്തി എല്ലാ ക്രമീകരണങ്ങളും പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിവിധയിടങ്ങളിലായി 5000 പോലീസുകാരെയാണ് ഈ മകരവിളക്ക് സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നത്. സന്നിധാനത്ത് ADGP ശ്രീജിത്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും. പമ്പയിൽ റേഞ്ച് IG ശ്യാം സുന്ദറാണ്. നിലയ്ക്കലിൽ IG അജിത ബീഗം എന്നിവർ സുരക്ഷയ്ക്ക് നൽകുകയും ചെയ്യും. എത്ര തീർത്ഥാടകർ ഒരു വീട് എന്നുള്ളതാണ് കഴിഞ്ഞ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ അനധികൃത വ്യൂ പോയിന്റ് ഒഴിവാക്കാനുള്ള നടപടികളടക്കം സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സന്നിധാനത്ത് ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിനൊപ്പം തന്നെ ഇവർ മകരവിളക്ക് കാണാനായി സന്നിധാനത്ത് എത്തുന്നവർ പോകാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. അതിലെല്ലാം കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാ കരുതൽ നടപടിയും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മകരവിളക്കിന് സന്നിധാനം ഒരുങ്ങിയിരിക്കുന്നത്. അതുതന്നെയാണ് തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പുറപ്പെടും എന്നുള്ളതാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനുരാഗ് VS സന്നിധാനത്ത് നിന്ന്.